നമസ്കാരം. ഇന്നിപ്പോൾ നിൽക്കുന്ന അട്ടപ്പാടിയുടെ ജനകീയ കൂട്ടായ്മയുടെ അട്ടപ്പാടിയുടെ വികസനത്തിന് വിലങ്ങുനിരയായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി നടന്ന കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിന് ശേഷം നടന്ന ആദ്യ എക്സിക്യൂട്ടീവ് മീറ്റിംഗാണ്. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി തെരഞ്ഞെടുത്ത മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അട്ടപ്പാടിയിലെ ആദ്യമായിട്ടൊരു എക്സിക്യൂട്ടീവ് മീറ്റിംഗാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിന്റെ മുന്നോട്ടുള്ള ജൈത്രയാത്ര അടുത്ത വ്യാഴാഴ്ച നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് രാവിലെ 10 മണിക്ക് ഗൂളിക്കടയിൽ നിന്നും ഒരു പ്രതിഷേധ പ്രകടനം എന്നുള്ള യാത്ര ആരംഭിച്ച് അഗളി സിവിൽ സ്റ്റേഷനിലേക്കുള്ള ഒരു ധർണയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് അട്ടപ്പാടിയിലെ മുഴുവൻ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ജയ്സൺ ഭായ്. പ്രധാനമായും നമ്മൾ കാണുന്നത്, നമുക്കറിയാം, നമ്മുടെ അട്ടപ്പാടി റോഡ് ഇന്ന് ഏറ്റവും വലിയ ദുരിതത്തിലാണ് നമ്മളിരിക്കുന്നത്. നമുക്കറിയാം, അട്ടപ്പാടിയെ ഒരു പ്രത്യേക തരത്തിലാണ് ഇന്നത്തെ ഭരണാധികാരികളെല്ലാം കാണുന്നത്. അതിനെതിരെ ജനങ്ങളെല്ലാം അണിനിരത്തിക്കൊണ്ട് വളരെ ഒരു പ്രതിഷേധമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അട്ടപ്പാടിയുടെ വികസനം മുരടിപ്പ് നമുക്ക് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി മുഴുവൻ ആളുകളും ഇതിനകത്ത് രംഗത്തേക്ക് ഇറങ്ങണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയമോ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ വ്യത്യാസമില്ലാതെ മുഴുവൻ പേരും ഇറങ്ങുന്നത് അട്ടപ്പാടിക്കാർ ആവശ്യമാണെന്ന് നമ്മൾ കരുതുന്നത്. അതിന്റെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ചെയർമാനായിട്ടുള്ള റോയിൻ ഭായ് ഉണ്ട്. റോയിൻ ഭായ് രണ്ടു വാക്കും. അട്ടപ്പാടിയുടെ സമ്പൂർണ്ണ വികസനം തന്നെയാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. ഓരോ അട്ടപ്പാടിക്കാരനും ഇവിടെ ഞങ്ങൾ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാക്കി അട്ടപ്പാടിനെ മാറ്റാൻ സാധിക്കും. അപ്പൊ അതുപോലെ അട്ടപ്പാടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ യാത്ര ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടോ കുറെ പേര് ഇവിടുന്ന് വന്യമൃഗ ശല്യം മൂലമോ കുറെ പേര് ഇവിടുന്ന് മാറി താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നൊക്കെയാണ് അട്ടപ്പാടിയിൽ പുതിയ വികസനങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും മാതൃകയായി പ്രവർത്തിക്കാനായിട്ട് മുഴുവൻ ജനങ്ങളെയും അട്ടപ്പാടി ജനകീയ കൂട്ടായ്മ ക്ഷണിക്കുന്നതോടൊപ്പം ഈ 10-ാം തീയതി വ്യാഴാഴ്ച പരിപാടിയിലേക്ക് മുഴുവൻ അട്ടപ്പാടി നിവാസികളെ ക്ഷണിക്കുകയും ചെയ്യുന്നു.